തിരുവനന്തപുരത്ത് അടുത്തത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു BJP MLA ആണ്. അതൊരു ആലങ്കാരികതയല്ലല്ലോ. അല്ല, അതായത് ഗൗതം, ഏറ്റവും അടുത്ത് കേൾക്കുന്ന ഏറ്റവും പുതിയ ഹോട്ട് ന്യൂസ് BJP സംബന്ധിച്ച് നേമത്ത് വട്ടിയൂർക്കാവിൽ ഇനി മറ്റൊരു കഴക്കൂട്ടം, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ BJP അവരുടെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കും. അവർ അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെയാണ്? കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ, അതായത് 2026 തിരുവനന്തപുരത്ത് നിന്ന് ഒരു MLA ഉറപ്പാണ്. 3 MLA-മാരെയാണ് അവർ മനസ്സിൽ കാണുന്നത്. അതെങ്കിലും ഒരാളെങ്കിലും ജയിക്കും. അങ്ങേയറ്റം ഒരാളെങ്കിലും ജയിക്കണം എന്ന ഒരു ടാർഗറ്റാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരാരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്? നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാവും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വഭാവം വെച്ച് കൃത്യമായിട്ട് ഇനി ഈ വരുന്ന 3 മാസം ധാരാളമാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും. കാര്യം അതെ, നിയമം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം. അല്ല, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമല്ല, അദ്ദേഹം ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഓട്ടോ ഡ്രൈവർക്കോ അറിയില്ല, ഒരു സാധാരണക്കാരൻ എനിക്ക് പോലും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അറിയായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടെ ഒരു എളിമയുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുമെങ്കിലും അവിടെ തിരുവനന്തപുരത്ത് UDF-ന്റെ ഒരു കരുത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശശി തരൂരായിരുന്നു. തരൂർ ഇനി മത്സര രംഗത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് BJP-യുടെ സാധ്യത തന്നെയാണ് ഉയർത്തുന്നത്. അത് ഗൗതം, നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് പെട്ടെന്ന് വഴിമാറി പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയാം. അതായത് ഈ 3 സ്ഥലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുമെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ശ്രീലേഖ IPS തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിച്ചു. ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കുശലതയുള്ളൊരു നേതാവായിട്ട് എനിക്ക് അവരെ തോന്നി. വളരെ ഭംഗിയായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത്, നേമത്ത്, വട്ടിയൂർക്കാവ്, പിന്നെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു കഴക്കൂട്ടം. ഇതിൽ നമ്മൾ ഈ പറയുന്ന തലസ്ഥാനം വരെ പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, CPM-ന് 2 വിമത സ്ഥാനാർത്ഥികൾ വന്നിരുന്നു. CPM-ന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ സ്ഥലത്ത്, ഒരൊറ്റ പഞ്ചായത്തിലോ ഒരൊറ്റ മറ്റു ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന കോർപ്പറേഷനിലോ ഒന്നും റിബലുകൾ മത്സരിച്ചിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് റിബല് വന്നു. അത് തലസ്ഥാനത്ത് CPM-ന്റെ ജില്ലാ ഘടകത്തിൻ്റെ പരാജയമാണ്. അവിടെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്ന സ്ഥലമാണ്. അവിടെ ചെമ്പഴന്തിയിൽ ഒരു കഴിഞ്ഞ കാലയളവിൽ അവിടെ കൗൺസിലറായിരുന്ന ഒരു CPM അംഗം, ലോക്കൽ കമ്മിറ്റിയിലെ അംഗം, അവർ റിബലായി നിന്നു. ശ്രീകണ്ഠൻ എന്ന ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ്. നിങ്ങൾ ആലോചിക്കുക, ദേശാഭിമാനി പത്രത്തിൽ ഒരു പാർട്ടി അംഗത്തിന് ചുമ്മാ ജോലിയൊന്നും കിട്ടത്തില്ല. ഒരു പാർട്ടി അംഗമോ ഒരു അനുഭാവിക്കോ ഒന്നും ജോലി കിട്ടത്തില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേശാഭിമാനിയുടെ മെയിൻ സീനിയർ പത്രപ്രവർത്തകനായ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഈ പറയുന്ന പോലെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം കച്ചകെട്ടി ഇറങ്ങിയത്. എന്നിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ റിബലായി മത്സരിച്ചവരൊക്കെ പറഞ്ഞ് കടകംപള്ളി കളിക്കുന്ന രാഷ്ട്രീയമാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കടകംപള്ളി ഈ കൂടെ മുൻകൈ എടുത്ത് ഒരു കാശിനും കൊള്ളാത്ത, അല്പം മുമ്പ് നന്ദകുമാർ എന്ന നമ്മുടെ ചീഫ് എഡിറ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഒത്തുകളിയായിരുന്നു സ്ഥാനാർത്ഥികൾ മൊത്തം. കാര്യം BJP-യെ ജയിപ്പിക്കാൻ, BJP ജയിച്ച സ്ഥലങ്ങളിൽ ലീഡ് നിങ്ങൾക്കറിയും. 200 വോട്ട്, 100 വോട്ട്, 250 വോട്ടിനൊക്കെയാണ് അവർ ജയിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കഴക്കൂട്ടം ഒരു ചുവന്ന കോട്ടയാണ്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും, ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷനിലും ഒക്കെ BJP-ക്ക് ലീഡ് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ആരാണ് സ്വന്തം വാരിക്കുഴി കുഴിക്കുന്നത് വെച്ചാൽ CPM തന്നെയാണ് വാരിക്കുഴി കുഴിക്കുന്നത്. അവർക്ക് ഇത്തവണ കടകംപള്ളി സുരേന്ദ്രൻ കരുതും ശരി നിയമസഭ വരുമ്പോൾ എന്നെ ജയിപ്പിക്കുമെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത തവണ കടകംപള്ളി സുരേന്ദ്രനെ ഇവർ കാല് വാരും. അവിടെ തോക്കും കടകംപള്ളി സുരേന്ദ്രൻ. അതായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. എവിടെ? ഈ പറയുന്ന കഴക്കൂട്ടം ഒരു ചുവന്ന കോട്ടയായിരുന്ന സ്ഥലമാണ്. നിങ്ങൾ അത് ആലോചിക്കുക. 2 വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന പോലെ എനിക്കറിയില്ല. കാര്യം VK പ്രശാന്താണ് അവിടെ MLA ആയിട്ട് ഇപ്പോൾ ഉള്ളത്. VK പ്രശാന്ത് സമ്മതനാണ്. പക്ഷേ എങ്കിലും ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്കൊരു 50-50 ചാൻസ് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അറിയില്ല, അവിടെ നല്ലൊരു ചിലപ്പോൾ ഈ പറയുന്ന IPS-കാരിയായ ശ്രീലേഖ IPS-നെ ചിലപ്പോൾ പിടിച്ച് നിർത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ MD രമേശിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വട്ടിയൂർക്കാവ് എനിക്കറിയില്ല. പക്ഷേ നേമം എന്ന് പറയുന്നത് അവർ ഗ്രൗണ്ട് വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു. നേമത്ത് NSS SNDP വോട്ട് കുറവാണ്. NSS ആണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ NSS വോട്ടെന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് BJP-ക്ക് അവിടെ ഒരു ഷുവർ സീറ്റ് ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത്ഭുതമില്ല, ചിലപ്പോൾ സംഭവിച്ചേക്കും. കഴക്കൂട്ടത്തെക്കാളും പോസിബിലിറ്റി വരുന്നത് നേമത്തായിരിക്കും.
അപ്പോൾ അവർ ഇനി അവരുടെ സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. അവരുടെ വർക്ക് ഏറ്റവും അടുത്ത് ആരംഭിക്കാൻ. ഞാൻ തൃശ്ശൂർ UDF-നുള്ള തിരുവനന്തപുരത്ത് UDF-നുള്ള സാധ്യത എന്തായിരുന്നു? ശശി തരൂർ തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഗൗതം, ശശി തരൂര് നമ്മൾ മനസ്സിലാക്കണം, അടുത്ത തവണ ശശി തരൂർ മത്സരത്തിനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തരൂര് ഒരു ആഗോള ഫിഗർ ആണല്ലോ. അദ്ദേഹം അവിടെ 4ാം തവണയാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് കൾച്ചർ, ഇപ്രാവശ്യം അദ്ദേഹം ജയിച്ച അവിടെ കോസ്റ്റൽ ഏരിയയിലെ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചേക്കുന്നത്. കോസ്റ്റൽ ഏരിയ വലിയ തുറ, വള്ളക്കടവ്, അങ്ങനെയൊക്കെയുള്ള ഈ കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ലത്തീൻ സമുദായത്തിലെ കുറേ ആൾക്കാരുണ്ട്, അവരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ കൾച്ചർ കോൺഗ്രസിൽ നിന്നും, കാര്യം തിരുവനന്തപുരം ഒരിക്കലും CPM കൾച്ചറിൻ്റെ നാടല്ല. കാര്യം ഒരിക്കലും CPM-ന് അങ്ങനെ ഒരു പൂർണ്ണമായ ആധിപത്യം കിട്ടിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, എനിക്ക് എല്ലാ തിരുവനന്തപുരത്തുകാരെ അറിയാമോ എന്നിടത്ത് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. എനിക്ക് എല്ലാവരും അറിയില്ലെങ്കിൽ അവിടുത്തെ സ്പന്ദനം അറിയാം. ഏതാണ്ട് അരനൂറ്റാണ്ടായി ആയുസ് കിട്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്നുള്ളൊരു കാര്യം, കോൺഗ്രസ്സിന് വളക്കൂറുള്ളൊരു മണ്ണായിരുന്നു. അവിടെ നിന്ന് BJP-യിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഉദ്യോഗസ്ഥ പ്രബുദ്ധതയുടെ നാടാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്, IT ടെക്നോ പാർക്കുള്ള സ്ഥലമാണ്, മനസ്സിലായില്ലേ, വേൾഡ് മാർക്കറ്റുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ എടുക്കുമ്പോൾ. അപ്പോൾ ഈ പറയുന്ന പോലെ അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ആണ് മാറി BJP-യിലേക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാർ, കാര്യം വൈറ്റ് കോളർ ജോബുകാർ, പ്രൊഫഷണലുകൾ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് വോട്ട് മാറിയതിൻ്റെ അർത്ഥം എന്താ? ഇവരൊക്കെ യൂണിയനിലുള്ള എംപ്ലോയീസ് ആണ്. ആര്? CIT യൂണിയനിലുള്ള എംപ്ലോയീസ്. ഇവരൊക്കെ പിന്നെ ആർക്കാണ് അപ്പോൾ വോട്ട് ചെയ്തത്? CPM-നാണോ വോട്ട് ചെയ്തത്? നമ്മുടെ സംശയമാണ്. ഈ പറയുന്ന BJP-ക്ക് വോട്ട് ചെയ്യാതെ ജയിക്കണമെന്നുണ്ടോ? കോൺഗ്രസ് യൂണിയൻകാരെ നിങ്ങൾ മാറ്റി നിർത്തുക. സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സ്തുതിപാഠകർ പാടിയതാണ്. ഇപ്പോഴും അവരാണ് അവിടുത്തെ ഭരണചക്രം, പൽചക്രം അവരാണ്. ഒരു വാച്ചിന്റെ പൽചക്രം എന്ന് പറയുന്ന പോലെ ഭരണത്തിന്റെ പൽചക്രം അവരാണ്. എന്നിട്ട് അവർ ആർക്ക് വോട്ട് ചെയ്ത്? ഇത് CPM ചിന്തിക്കേണ്ടതല്ലേ? ഇനി അടുത്ത ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കും, അവർ ചെയ്തു കൊടുക്കും. തിരുവനന്തപുരത്തെ വോട്ടെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ്, ഇല്ലേ ഗൗതം? പറ. ഞാൻ എൻ്റെ അച്ഛനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അല്ല, പറ ഗൗതം, പറ. അല്ല, ആ വോട്ടെല്ലാം മാറി വന്നില്ലേ? അത് CPM മനസ്സിലാക്കാത്തത്. CPM ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നതുമല്ല, CPM അഹങ്കരിക്കുകയാണ്. ഇപ്പം ചില കുട്ടികൾ നമ്മളൊരു അടി കൊടുത്ത് നീ ചെയ്ത് തെറ്റാണെന്ന് പറയുമ്പോൾ ഇല്ല, ഈ ഒരു ശുണ്ഠി കാണിക്കുമല്ലോ, ശുണ്ഠി, കൊച്ചുകുട്ടിയുടെ ശുണ്ഠി, അതുപോലെ ശുണ്ഠി കാണിച്ച് നിൽക്കുകയാണ് അവർ. എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്വന്തം കാൽക്കീഴിലുള്ള മണ്ണാണ് ചോദിച്ചത്. ഗൗതം, ഒരു വലിയ കാര്യമാണ്. നരേന്ദ്രമോദി പറഞ്ഞു എങ്ങനെയാണ് ഗുജറാത്തിൽ CPM ഭരണം പിടിച്ചതെന്ന്. അവിടെ ആദ്യം ഒരു കോർപ്പറേഷൻ പിടിച്ചവരാണ്. നിങ്ങൾ BJP-യെ താറടിച്ച് കാണാൻ പാടില്ല. CPM ഇപ്പോഴും വിട്ടുസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഗൗതം പറ, അല്ലേ? സ്വന്തം കാൽക്കീഴിലുള്ള മണ്ണാണ് പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിൽ അവർ എന്ത് കൊണ്ടുവന്നു? കൊച്ചിയിൽ BJP-ക്ക് എത്ര സീറ്റാ ഉള്ളത്? അതല്ല, തൃപ്പൂണിത്തുറയിൽ ജയിച്ചല്ലോ ഗൗതം. തൃപ്പൂണിത്തുറയിൽ ജയിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവർക്കൊരു ഒട്ടകത്തിന് ഇടം കൊടുത്തെന്ന് പറഞ്ഞ കഥ അറിയാമല്ലോ. ഒട്ടകത്തിന് ഇടം കൊടുത്താൽ ഒട്ടകം അവസാനം എല്ലാം കൂടെ അങ്ങ് സ്വന്തമാക്കും. ഇവർ മനസ്സിലാക്കാവുള്ളൂ. ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പക്കാ രാഷ്ട്രീയക്കാരനാണോ കോർപ്പറേറ്റ് ആണോ എന്തോ, ഇനി അവർക്ക് വേണ്ട വോട്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടാണ് കേരളത്തിൽ. അതവർ കൊണ്ടുവരും. നേമത്തെ മുസ്ലിം വോട്ട്. തൃശ്ശൂരിൽ നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് BJPക്ക് ഇത്തവണ. അതൊരു സ്ത്രീയാണ്, മുംതാസ്നോ അങ്ങനെ എന്തോ ആണ് പേര്. അതെ. അപ്പം മുസ്ലിങ്ങൾ കൂടി BJPക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന കാലഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിൽ ഗൗതം, നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? തങ്ങൾക്കൊരു സംരക്ഷകർ, അവർ ഭൂരിപക്ഷക്കാരല്ല. കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിരിക്കുന്നു. അതായത് ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിയിലൊന്നും BJPക്ക് അകത്തില്ല. അങ്ങനെയല്ല, ആളുകൾക്ക് വ്യക്തമായിരിക്കുന്നു. അവർ വിചാരിക്കുന്ന തീവ്ര ഹൈന്ദവ നിലപാട് എന്നാണ് അവർ പേടിക്കുന്നത്. പക്ഷെ തീവ്ര ഹൈന്ദവ നിലപാട് അല്ല, ഹൈന്ദവ നിലപാടുണ്ട്. പക്ഷെ ആ ഹൈന്ദവ നിലപാട് എന്ന് പറയുന്നത് ഇവർക്ക് മേലെ അടിച്ചേൽപ്പിക്കില്ല, മുസ്ലിങ്ങളെ പുറത്താക്കുന്ന നിലപാടല്ല എന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, അത് മാത്രമല്ല ഗൗതം, നമ്മളിപ്പോൾ CPM-ന്റെ കാര്യം തന്നെ എടുത്താൽ, CPM-ൽ നിന്ന് എങ്ങനെയാണ് മുസ്ലിം വോട്ട് മാറിപ്പോയത്? എന്തുകൊണ്ടാണ്? CPM എന്ന് പറയുന്ന പാർട്ടി ഇവർക്കൊരു സംരക്ഷണം നൽകുന്നുവെന്ന് 2020 തിരഞ്ഞെടുപ്പിൽ അവർക്ക് തോന്നി. തങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് തങ്ങളെ ഇവർ സംരക്ഷിക്കുന്നുവെന്ന് തോന്നി. അല്ലാതെ അവരുടെ ഖുറാനിലോ അവരുടെ മറ്റു കാര്യങ്ങളിലോ മുസ്ലിങ്ങൾ ഒരിക്കലും CPM-കാരല്ല, തീവ്രവാദികളല്ല, നക്സലിസം അങ്ങനത്തെ സ്വഭാവമൊന്നും അവർക്കില്ല. അപ്പോൾ സംരക്ഷണം നൽകുന്നു എന്ന് തോന്നുന്നവർ ഇനി ആരായാലും X or Y അവരെ കൂടെ അവർ പോകും. കാര്യം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം. ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ?
ബാക്കി സ്ഥലങ്ങളിൽ ആസാം, ഞാൻ ഇന്നൊരു ആസാംകാരായ 2 ചെറുപ്പക്കാരുടെ അടുത്ത് സംസാരിച്ചു. അവിടുത്തെക്കാളും ഫാർ ബെറ്ററാണ് ഇവിടുത്തെ BJP എന്നാണ് അവർ പറഞ്ഞത്. അവിടെയൊക്കെ ജാതി മത വർണ്ണ വിവേചനം ഇഷ്ടം പോലുള്ള സ്ഥലമോ ആസാം, ഉത്തർപ്രദേശിൽ എനിക്കറിയില്ല. എന്തായാലും അവിടുത്തെക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയർ BJP ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നാൻ കാര്യം BJP അത്ര കണ്ട് വളരാത്തത് കൊണ്ട്. കാരണം ഇവിടെ BJP മുമ്പോട്ട് വെച്ചിരിക്കുന്നത് വികസനം എന്ന് പറയുന്നത് അതേ അവർക്ക് നടക്കുള്ളൂ. കാര്യം ഇവിടെ തലയുള്ള ആൾക്കാരാണ്, തലച്ചോറുള്ള ആൾക്കാരാണ്, ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. മലയാളിയെ പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അവരെ സംരക്ഷിക്കുന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ പിറകെ BJP പോകും എന്നുള്ള കാര്യം ഇവിടെ നോക്കി നിൽക്കും. ഗൗതം, ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കുക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം. BJPയുടെ ലക്ഷ്യം എന്തുവാ? BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് BJP ഏറ്റവും അടുത്ത് 3 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്.